ഞങ്ങൾ പോരുന്ന ട്രെയിന് വിശാഖപട്ടണത്ത് വെച്ച് അതിന് തൊട്ടു പുറകിലായിട്ട് ആ ട്രെയിൻ പാളം തെറ്റി അധികം ബോഗികളും മറിയുവാനിടയായി. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ആനി വർഗീസ് ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് അനുഗ്രഹമായി തീരും. മാത്രമല്ല ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിന് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ആനി വർഗീസ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് ആൻറ്റി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറീസയിലെ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും പാസ്റ്റർ MC വർഗീസ് അദ്ദേഹവുമായി കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയാല് കഴിഞ്ഞ 33 വർഷം ഒറീസയുടെ പ്രദേശത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കട്ടക്ക് കൊന്തമാൾ കൊളഹാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ആമേൻ വേലയിലായിരിക്കുന്ന ആമേൻ ദൈവദാസനാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഞാനും ദൈവസന്നിധിയിൽ കർത്തൃവേല ചെയ്യുവാൻ എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് ദാനം നൽകിയ മകൻ കുടുംബമായി ദുബായിയുടെ പ്രദേശത്തായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ കോട്ടയം എന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ എനിക്ക് എൻ്റെ മാതാവ്, പിതാവ്, എനിക്ക് 5 സഹോദരങ്ങൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ മാതാവും പിതാവും 3 സഹോദരന്മാരും എൻ്റെ മരണപ്പെട്ടു. ഇപ്പോൾ കേവലം എൻ്റെ സഹോദരി മാത്രം തിരുവല്ലായുടെ പ്രദേശത്ത് അവൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല കർത്താവിനെ സേവിച്ച് ജീവിക്കുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കോട്ടയം ടൗണില് ഹല്ലേലൂയ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയായിരുന്നു ഞങ്ങളുടെ താമസം. ഹല്ലേലൂയ. 4ാം ക്ലാസ് വരെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഞാൻ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാല് ഹല്ലേലൂയ 4ാം ക്ലാസ്സിന് ശേഷം കോട്ടയം ടൗണിനകത്ത് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് എൻ്റെ 5 തൊട്ട് 10 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നടന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങള് കോട്ടയത്ത് തന്നെ മെഡിക്കൽ കോളേജിന്റെ ഏകദേശം അടുത്തായിട്ട് എൻ്റെ പപ്പ അവിടെ കുറെ സ്ഥലം, ഏതാണ്ട് 4 ഏക്കർ സ്ഥലം വാങ്ങുകയും അവിടെ ഒരു വീട് പണിത് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പപ്പയെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് കടന്നു വരുന്നത് ഹല്ലേലൂയ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ പപ്പ നേവിയിലായിരുന്നു ജോലി ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് വന്നതിന് ശേഷം താൻ കുവൈറ്റ് ഓയിൽ കമ്പനിയിലെ സ്റ്റെനോഗ്രാഫറായി ചില വർഷങ്ങൾ കുവൈറ്റിന്റെ പ്രദേശത്ത് ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
ഏതാണ്ട് താൻ ചില വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോരുന്ന സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഒരു സഹോദരനും കൂടെ പപ്പയോട് കൂടെ ചില വർഷങ്ങൾ കുവൈറ്റിന്റെ പ്രദേശത്ത് താമസിക്കുവാൻ ദൈവ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത, ഹല്ലേലൂയ, സാമ്പത്തികപരമായി വളരെ ഉയർന്ന ആമേൻ അനുഭവത്തിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാല് നാട്ടിൽ എൻ്റെ പപ്പ കടന്നു വന്നതിന് ശേഷം, ഹല്ലേലൂയ, താന് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ മൂവ് ചെയ്തു. അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് താൻ ആ പ്രദേശത്ത് ബിസിനസ്സും മറ്റൊരു കോൺട്രാക്ട് വർക്കുകളും ഏറ്റെടുത്ത് തന്നെ അവിടെ ജീവിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ സ്വർണം പണയത്തിന്മേൽ എടുക്കുക, ആ പണം കൊടുക്കുക, അത് കുറെ കഴിയുമ്പോൾ അവരെ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ തന്നെ സ്വർണ്ണ കടയും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ജുവലറിയുടെ ഷോപ്പ് അവിടെ ഇടാനിടയായി തീർന്നു. അതിനോട് ചേർന്ന് സൈഡ് ബൈ സൈഡായിട്ട് ഓരോ ബിസിനസ്സും പപ്പ ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്നു. അതിന്റെ കൂട്ടത്തിലാണ് കോൺട്രാക്ട് എന്ന് പറയുന്ന വർക്കുകള് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഈ സമ്പത്തും പേരും പെരുമയും ഒക്കെ താൻ ആഗ്രഹിച്ചു. അതെല്ലാം നേടിയെടുക്കാനായിട്ട് വളരെ പരിശ്രമിച്ചു. എന്നാല് കുടുംബത്തിനകത്ത് ഒരു ദൈവഭയമോ ദൈവഭക്തിയോ ഇല്ലാത്ത ഒരനുഭവത്തില് ഞങ്ങളുടെ ജീവിതമായിരുന്നത്. എല്ലാത്തിനും ഒരു കുറവുമില്ലാതെ പണത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് അത് ദൈവികമായ ഒരറിവോ ജ്ഞാനമോ ഒന്നുമില്ലാതെ, ഒരു പ്രാർത്ഥനയില്ലാത്ത ഒരനുഭവത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. സ്തോത്രം. എൻ്റെ സഹോദരന്മാരാണെങ്കിൽ അതെ, പപ്പ ബിസിനസിന്റെ പുറകെ പോയതുകൊണ്ട് അവരെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ അവര് പഠിത്തത്തില് ഉഴപ്പന്മാരായി തീർന്നു. വേണ്ടതുപോലെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ പഠനം തന്നെ വളരെ ഉഴപ്പിലേക്ക് മാറി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് അവിടെ 4 ഏക്കർ വസ്തുവകകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ, ഞാൻ എപ്പോഴും അത് ഓർക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിനകത്തും പുറത്തും ഒരു ഉത്സവം പോലെയായിരുന്നു ആളും പേരും ഉണ്ടായിരുന്നത്. ഈ 4 ഏക്കറിനകത്ത് റബ്ബർ കൃഷി, കപ്പ കൃഷി, ഏത്തവാഴയുടെ കൃഷി, ഇങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ ഉണ്ടായിരുന്നു. എപ്പോ നോക്കിയാലും അതിന്റെ ഒക്കെ പുറകില് ജോലിക്കാരും ഇതിന്റെ ഒക്കെ ആദായം എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, രാത്രിയും പകലും ഈ കപ്പയൊക്കെ പറിച്ചു കൂട്ടി അത് ചിരണ്ടി അത് ചെത്തി, ആമേൻ, ഹല്ലേലൂയ, രാത്രി മുഴുവനും ആളുകൾ നിന്ന് അത് കോരി വാരി വെയിലത്തിട്ട് ഉണക്കി എടുത്ത് ആമേൻ ബിസിനസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത്, എപ്പോഴും അകത്തും പുറത്തും ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടോ അല്ലെ മറ്റുള്ള യാതൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് മനസ്സ് പലപ്പോഴും അവര് താന്നവരാണല്ലോ, അല്ലെങ്കിൽ ഇവര് ചെറിയ ആൾക്കാരാണല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് അവരോട് ആരോടും അധികം മിങ്കിൾ ചെയ്യാതെ ഞാൻ പഠനത്തിലും എൻ്റെ കൂട്ടുകാരുടെ അടുത്തും ഒക്കെ ആയിട്ട് വളരെ സമയം ചെലവഴിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ എപ്പോഴും വീടിനകത്ത് പപ്പയുടെ വീട്ടുകാരും ഗസ്റ്റും ഒക്കെ ആയിട്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ചില വർഷങ്ങള്. ഹല്ലേലൂയ. എന്നാല് ഇത് ഏറെക്കാലം മുമ്പോട്ട് പോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു
ത്രൂ ഹാലലൂയ കർത്താവ് അതിന് കൽപ്പിച്ചു. ഹാലലൂയ എന്റെ പപ്പയുടെ ബിസിനസ്സിന് ചെറിയ മാന്ദ്യം ഭവിക്കാൻ തീർന്നു. ഹാലലൂയ താൻ കോൺട്രാക്റ്റിലേക്ക് പോയപ്പോൾ അതിനോട് കൂടെ അനേക ആളുകളെ ജോലിക്ക് വെച്ചിരുന്നു. പല കോൺട്രാക്റ്റുകളും നല്ല രീതിയിൽ നടത്തിയെടുത്തപ്പോൾ ഏലപ്പാറ ഹൈസ്കൂളിന്റെ പണി നടക്കുന്ന സമയത്ത് കൂടെ നിന്നിരുന്നവര് തിരിമറി നടത്തിയത് കൊണ്ട് ആ കോൺട്രാക്ട്, ആ ബിസിനസ് അതെ പൊട്ടിപ്പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ വളരെയധികം പണം ചെലവഴിച്ച് പണിതെടുത്ത് വന്ന ആ കോൺട്രാക്ട് തകർന്നു പോയപ്പോൾ എൻ്റെ പിതാവ് വളരെ മനസ്സുകൊണ്ട് തകർന്നവനായി തീർന്നു. ഹല്ലേലൂയ ആ സമയത്ത് അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് പോലും അറിയാതെ താൻ വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ അങ്ങനെ താന് ജുവലറി ഷോപ്പിലുള്ള ആ സ്വർണമെല്ലാം പണയം വെച്ചും വിറ്റും അത് രണ്ടാമത് ആ ബിൽഡിംഗ് പണിതെടുത്ത് ആമേൻ കാണിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ അത് ബുദ്ധിമുട്ടി എങ്കിലും ഹല്ലേലൂയ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആ ബിസിനസ് പൊട്ടിയതോടെ വളരെ കടബാധ്യതയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ ഇത്രയും വസ്തു ഒന്നിച്ച് ഒരു പ്രമാണമായിരുന്നതിനാൽ അത് ബാങ്കിൽ വെച്ച് ഒരു വലിയ തുക ആമേൻ ഹല്ലേലൂയ എടുത്തുകൊണ്ടാണ് പപ്പ വീണ്ടും ഈ പണി എല്ലാം തീർത്തെടുത്തത്. സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിലും ആ വലിയ ആഘോഷങ്ങളും വലിയ രീതിയിലുള്ള ആളുവരവും എല്ലാം അങ്ങ് നിന്നു. പണത്തിന്റെ കുറവ് വന്നപ്പോഴത്തേക്ക് ഹല്ലേലൂയ നമ്മളെ സഹായിക്കാനും ആരുമില്ലാതെയായി തീർന്നു. വീട്ടിൽ വന്നിരുന്നവരാരും പിന്നെ വരാതെയായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട് ഒരു ശോകമൂകമായ അനുഭവത്തിലേക്ക് നീങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പപ്പ മനസ്സ് തകർന്നവനായിട്ട് തൻ്റെ ബിസിനസ് സ്ഥലത്ത് നിന്ന് താന് വീട്ടിലേക്ക് വന്ന് തൻ്റെ കട്ടിലിൽ കയറി ഒരു കിടപ്പ് കിടന്നിട്ട് ചില ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും താൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ കൂട്ടായിട്ടില്ല. അപ്പോൾ തന്നെ താൻ ഒരു തികഞ്ഞ മദ്യപനായി തീർന്നിരുന്നു. സ്തോത്രം. എല്ലാം മറക്കാനാണ്, അല്ലെ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി താൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആർക്കും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം അധപ്പതിച്ചു. ഹല്ലേലൂയ. എൻ്റെ മൂത്ത സഹോദരന്മാരാണെങ്കിൽ അവരും തങ്ങൾക്ക് ബോധിച്ച വഴിയെ അവരും കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അവർക്കും പണം കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ ഓരോരോ ജോലികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൂടിയോ ആമേൻ പണം ഉണ്ടാക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ അവസ്ഥയിലും വളരെ പ്രയാസങ്ങൾ കടന്നു വന്നു. എൻ്റെ വിദ്യാഭ്യാസം മുമ്പോട്ട് ചെയ്യാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു. ഞാൻ ബേക്കർ സ്കൂളിൽ നിന്ന് വളരെ നല്ല മാർക്കോടുകൂടെ 10ാം ക്ലാസ് പാസ്സായി. ഞങ്ങളുടെ അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. എൻ്റെ ഏക ആഗ്രഹം അവിടെ നിന്ന് MBBS എടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ പപ്പയുടെ കയ്യിൽ പണമുണ്ടല്ലോ, എനിക്ക് അവിടെ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇന്നത്തെ പോലത്തെ ഒരു എൻട്രൻസ് ഒന്നും അന്ന് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അഡ്മിഷന് പ്രയാസമില്ല എന്ന് കരുതിയിരുന്ന ആ സമയങ്ങള് എൻ്റെ പപ്പയുടെ എല്ലാ അവസ്ഥയ്ക്കും ഭേദം വന്നു. പോക്കറ്റ് കാലിയായി. ഹല്ലേലൂയ. വീട്ടിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. എല്ലാ തരത്തിലുമുള്ള ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത ഒരു നിലയിലേക്ക് ഞങ്ങളുടെ കുടുംബം തകർന്ന ഒരവസ്ഥയിലായി തീർന്നു. എൻ്റെ മമ്മി വളരെ ദുഃഖിതയായി തീർന്നു. നമ്മൾ പറയും ചെറിയ അനുഭവത്തിൽ വരുമാനമില്ലാത്തവർക്ക് എങ്ങനെ വേണേലും ജീവിക്കാൻ സാധിക്കും. എന്നാൽ കൈനിറയെ പണവും ആ പണത്തിനകത്തെ ജീവിതവും കൊണ്ട് എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് അറിയാതെ
ഭാരപ്പെട്ട് കണ്ണുനീരും കയ്യിലുമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു തിട്ടവും ഇല്ലാതെയായി. എല്ലാത്തിനും പപ്പയുടെ അടുക്കൽ ആളുകൾ വരുന്നു, ചോദിക്കുന്നു, പണം കിട്ടാനുള്ളവര് ചോദിക്കുന്നു. കട അങ്ങ് അടയ്ക്കേണ്ട അവസ്ഥ വന്നു. എന്താണെന്ന് ചോദിച്ചാൽ കടയിൽ വന്ന മറ്റു സ്വർണങ്ങളും ഹല്ലേലൂയ അവിടുത്തെ സാധനങ്ങളും ഒക്കെ വിറ്റിട്ട് ആ കടയിൽ ജോലി ചെയ്തവർ പോലും അവിടെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കട പൂട്ടി. പപ്പയുടെ കയ്യിൽ താക്കോല് കിട്ടിയതല്ലാതെ പപ്പയ്ക്ക് അതിനകത്തു നിന്ന് യാതൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. സ്തോത്രം. നിരാശനായി ആരോ എന്തോ ചെയ്തതുപോലെ പലരും ഞങ്ങളുടെ ബന്ധുക്കൾ പറഞ്ഞു, എന്തോ എതിരായിട്ട് ഇവന് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് നിരാശ ഞങ്ങളുടെ കൂടിയതല്ലാതെ ഹല്ലേലൂയ ആ സമയത്തും ഒന്ന് ഉണർന്നു പ്രാർത്ഥിക്കാനോ ഒന്ന് ദൈവത്തെ വിളിക്കാനോ ആർക്കും മനസ്സ് തോന്നിയില്ല. അമ്മ എപ്പോഴും, എൻ്റെ മമ്മി എപ്പോഴും കണ്ണുനീരോടെ ഭാരത്തോടെ താനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, പപ്പയെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഇത് കണ്ടും കേട്ടും ജീവിക്കുന്ന എനിക്കും ആകപ്പാടെ ഭാരമായി, നിരാശയായി. പപ്പ ഒരു വഴിക്കൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരുന്ന ഞാന് ഹല്ലേലൂയ എനിക്ക് മുമ്പോട്ട് അതെ +2 തീർക്കാൻ ഒക്കുന്നില്ല. ഹല്ലേലൂയ. MBBSന്റെ അഡ്മിഷൻ കാര്യം വെറുതെ നഷ്ടമായി പോയല്ലോ എന്നുള്ള നിരാശയാല് ഞാനും എൻ്റെ ജീവിതം അതെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുമ്പോട്ടൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കൂട്ടുകാരുടെ മുഖത്ത് നോക്കാനുള്ള പ്രയാസം, ബന്ധുക്കളെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം എല്ലാം കൂടെ വന്നപ്പോൾ ഇനി ഒരൊറ്റ മാർഗം അത് മാത്രമേ ഉള്ളൂ എന്ന് ഹല്ലേലൂയ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ദിവസം എൻ്റെ ഗ്രാൻഡ് മദർ ഹല്ലേലൂയ ചില ദിവസങ്ങളിൽ എനിക്ക് ആസ്മ ഉള്ളപ്പോൾ ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങുന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ എടുത്ത് തിന്ന് ആമേൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ ആർക്കും ഒരു പ്രയാസമില്ലല്ലോ. അതെ, എന്നെ പഠിപ്പിക്കണ്ട, കല്യാണം കഴിപ്പിക്കണ്ട, പപ്പയുടെ പണം ഒന്നിനും ചെലവഴിക്കണ്ട, ആർക്കും ഒരു ഭാരമാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ വളരെ പരിശ്രമിച്ചു. അങ്ങനെ അമ്മ വെല്ലുമിച്ചിയുടെ ആ ഗുളിക എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം രാത്രിയില് ആമേൻ ഞാനത് എടുത്തു. എൻ്റെ കയ്യിൽ ഒരു പിടി ഞാനത് എടുത്തു, മറുകൈയിൽ വെള്ളവും എടുത്തു. രാത്രിയുടെ സമയത്ത് എൻ്റെ വീട്ടിലെല്ലാവരും ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ ഇത് കഴിക്കണം എന്നുള്ള ഏക ചിന്തയോടെ ആമേൻ ഞാൻ സമയം കാത്തിരുന്നു. എന്നാൽ ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് എൻ്റെ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പപ്പ ഉണ്ടാക്കിയ വീട് അത്ര വലിയ ഒരു വീടായിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും ഓരോ മുറികളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുറിയിൽ ഞാൻ അത് കഴിച്ച് എൻ്റെ ജീവിതം തീർക്കണം എന്നുള്ള താല്പര്യത്തോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മനസ്സിനകത്ത് ഭയമുണ്ട്. ഹല്ലേലൂയ. ഇത് കഴിച്ചാൽ മരിക്കുമോ ഇല്ലയോ എന്നുള്ള പേടിയും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. ഏതായാലും ഹല്ലേലൂയ എനിക്കിനി മുമ്പോട്ട് ഒരു ഭാവിയും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് എൻ്റെ വായിലേക്ക് ഇടാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മുറിയിൽ എവിടെ നിന്നാന്ന് അറിയത്തില്ല ഒരു വലിയ ശബ്ദമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദത്തിൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ തന്ന എൻ്റെ ജീവൻ നീ കളയുന്നു. സ്തോത്രം. ഇത്രയും വലിയൊരു ശബ്ദം ഞാൻ കേട്ടപ്പോൾ ഹല്ലേലൂയ ഇത് എവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ആരെയും എൻ്റെ മുറിക്കകത്ത് കാണുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ടാബ്ലറ്റ് എല്ലാം അതിനകത്ത് കുടഞ്ഞിട്ടു, കുപ്പിക്കകത്ത് കുടഞ്ഞിട്ടു. എനിക്ക് വളരെ മനസ്സിനകത്ത് വെപ്രാളവും ഭയവും ഉണ്ടായിട്ട് ഞാൻ എൻ്റെ കട്ടിലിന്റെ താഴെ അവിടേക്ക് പരവശയായിട്ട് ഞാൻ ഇരുന്നു. ഹല്ലേലൂയ.
ഞാന് അവിടെ ഇരുന്ന് ഓരോന്ന് ഓർത്ത് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ രാത്രിയില് ഞാൻ വളരെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ കണ്ണുനീരോടെ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഭാരം എന്നെ മാറിയതായിട്ട് എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തോടാണെന്ന് ഞാൻ ഇപ്പോൾ പറയുക. അന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്കറിയത്തില്ല, ഈ സ്ഥിതിയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ കർത്താവേ. എനിക്ക് നിന്റെ മകളായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ രാത്രിയിൽ ആ താഴെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഇരുന്ന് അല്പസമയം ഉറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നേരം വെളുത്തപ്പോൾ എനിക്കൊരു വലിയ ചേഞ്ച് എൻ്റെ ഹൃദയത്തിലുണ്ടായി. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ആ ഭാരമേറിയിരിക്കുന്ന അവസ്ഥ മാറിയിട്ട്, ഹല്ലേലൂയ, എനിക്ക് എന്തോ ഒരു പുതുക്കം ഉണ്ടായതുപോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഓർത്ത്, എത്ര നാളായിട്ട് ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങുന്നില്ല, ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വെളിയിലോട്ടൊന്ന് പോകുക. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ദൈവദാസനെ ഓർമ്മ വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആ ദൈവദാസനെ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളില് VBS പഠിപ്പിക്കാൻ കടന്നു വന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. എനിക്ക് അദ്ദേഹത്തെ വളരെ ഒരു ദൈവിക അനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ട് എന്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നൊരാഗ്രഹം എന്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാന് ഹല്ലേലൂയ ആ ദൈവദാസന്റെ വീട്ടിലേക്ക് കടന്നുപോയി. ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് തന്നെ അതെ എവരി ഹോം ക്രൂസൈഡ് എന്ന് പറയുന്ന ഹല്ലേലൂയ ഒരു പ്രസ്ഥാനമുണ്ട്. അതിന്റെ അടുത്ത് ക്യാമ്പസ് ക്രൂസൈഡ് ഉണ്ട്. ഇദ്ദേഹം ക്യാമ്പസ് ക്രൂസൈഡിലെ ആമേൻ ഒരംഗമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ അതെ പല മീറ്റിങ്ങുകൾക്ക് വരികയും VBSൽ ഞാൻ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. എന്നെ ക്ഷണിച്ചു, അകത്തിരുത്തി. ഹല്ലേലൂയ. എന്നോട് വന്ന ഉദ്ദേശമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ വന്നത് ഇന്ന കാര്യങ്ങൾ പറയാനാണ്. എനിക്ക് കർത്താവിന്റെ വേല ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നോട് പറഞ്ഞു, ആനി, നിന്നെ പോലെയുള്ളവരെ കർത്താവിന് കിട്ടിയാൽ എത്ര നല്ലതാണ്. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കുക, ഞാൻ അതിന് മുമ്പായി ചില കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് അവിടെ വെച്ചാണ് സുവിശേഷം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ലോകത്തിൽ വന്നതും, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷവും കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതും അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് എന്നെ അറിയിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ ഹൃദയത്തിന് വളരെ സമാധാനം തോന്നി. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ വാക്കുകള് എനിക്ക് വളരെ ആശ്വാസം തന്നു. ഹല്ലേലൂയ. ഞാനത് കേട്ടു. ഹല്ലേലൂയ. അന്ന് അദ്ദേഹത്തോട് ചേർന്ന് എനിക്ക് പ്രാർത്ഥിച്ച് എന്റെ പാപം ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നത്. അദ്ദേഹം പറഞ്ഞു, കർത്താവിന്റെ വേല നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനിയും പല കാര്യങ്ങളുണ്ട് പുറകാലെ. അതൊക്കെ ചെയ്ത് നമുക്ക് കർത്താവിന്റെ വേലയിലേക്ക് നീങ്ങണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ എന്നെ അവിടെ നിന്ന് യാത്ര അയച്ചു. എന്നാൽ ഹല്ലേലൂയ, എനിക്കുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എൻ്റെ ഹൃദയത്തിൽ ആരോ വലിയൊരു കരിങ്കല്ല് എടുത്തു വെച്ചിരുന്ന ഭാരം അതെന്നിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോലും അതേ ഒരു പാട്ട് പാടുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങള് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്.
ഹല്ലേലൂയ. കോട്ടയത്തേക്ക് എതിരില്ലേ അംഗമാണ്. ദൈവത്തിന് സ്തോത്രം. വല്ലപ്പോഴും പേരിന് അതെ ആ ചർച്ച് ആ പള്ളിയില് പോകുമെന്നല്ലാതെ ഒരു ബന്ധവുമില്ല. ദൈവവുമായിട്ടോ ആ പള്ളിയുമായിട്ടോ ബന്ധമില്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ അന്വേഷിച്ച് ആരും വന്ന് ഒരാശ്വാസ വാക്ക് പോലും പറയാനില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാല് ഞാൻ ആ രക്ഷിക്കപ്പെട്ട ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പലരെയും കണ്ടു. അവരോട് ഞാൻ പറഞ്ഞെടി, ഞാൻ രക്ഷിക്കപ്പെട്ടടി, യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി യേശുവിന്റെ പിന്നാലെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ പോവുക. അവര് പറഞ്ഞു, നിനക്ക് വട്ടാ, വല്ലതും പഠിച്ച് വല്ല സ്ഥാനത്തും നീ എത്തേണ്ടതിന് പകരം നീ ഇങ്ങനെ പോകുന്നത് എന്താ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോയി. ഏത് മനുഷ്യരെ ഞാനൊന്ന് വീട് വരെ ചെന്നോ, അവിടം വരെ ആരെയൊക്കെ കണ്ടോ, എല്ലാവരോടും ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്റെ വിചാരം ഇതൊക്കെയാ കർത്താവിന്റെ വേല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്ന് ഞാൻ അനുഭവിച്ചത്, ഒരു വലിയ സന്തോഷം എന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങള് അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ പപ്പയോടാണ് ആദ്യം പറഞ്ഞത്, പപ്പ ഞാൻ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ഇങ്ങനെ നിരാശയിലും ദുഃഖത്തിലും ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല പപ്പ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിടുവിക്കണമെങ്കിൽ നമ്മള് കർത്താവിന്റെ വഴിയിൽ വരണമെന്ന് പറഞ്ഞ് പപ്പയെ ഉപദേശിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്നാണ് എൻ്റെ ഓർമ്മയില് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ച. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു അതോടുകൂടി ഞങ്ങളുടെ ബന്ധനം പലതും അഴിഞ്ഞെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ സ്ഥിതിക്ക് തന്നെ ഭേദം വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് മുമ്പോട്ട് എങ്ങനെ നീങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ പല മീറ്റിങ്ങുകൾക്ക് കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ വെച്ച് നല്ല ദൈവദാസന്മാരെയും നല്ല സഹോദരിമാരെയും കണ്ടുമുട്ടാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എവരി ഹോം ക്രൂസൈഡ്, അദ്ദേഹത്തിന്റെ അവിടെയുള്ള സാംസാറാണ് സാംസി സാമുവേൽ എന്ന് പറയുന്ന ദൈവദാസനെ പരിചയപ്പെടുവാൻ കർത്താവ് കൃപ തന്നു. സ്തോത്രം. ആ ദേവദാസനോട് കൂടെ ഹല്ലേലൂയ തന്റെ വീട്ടില് കടന്നു പോവുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നിൽ വലിയ രൂപാന്തരമുണ്ടായി. എന്നെ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ആ ദൈവദാസൻ ഹല്ലേലൂയ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. ആ ദൈവദാസനോടുകൂടെ പല കൂട്ടായ്മയിൽ പോയി അങ്ങനെ പല ദൈവമക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഇത്രയും നാളും ഞങ്ങള് സിസയിലാണ് പൊക്കോണ്ടിരുന്നതെങ്കിലും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മർത്തോമക്കാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്ത് ഇത്ര ദൂരെ ഞങ്ങൾ വണ്ടി കയറി ബസ് കയറി ഒക്കെയും അവിടെ പോകണം. എന്നാൽ ഇവിടെ അടുത്താണെങ്കിൽ എനിക്ക് അവിടെ എല്ലാ ആഴ്ചയിലും കടന്നു പോകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഹല്ലേലൂയ അവിടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പലരെയും പരിചയപ്പെട്ടു. അത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൈവമക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ പഠിക്കാൻ വന്ന അനേക യൗവനക്കാരായിരിക്കുന്ന ദൈവദാസൻ അനേക മക്കളെ കാണുവാനിടയായി തീർന്നു. സ്തോത്രം. അവരുമായിട്ട് നല്ല കൂട്ടായ്മ ലഭിച്ചു. ഹല്ലേലൂയ. അതിലൊരു സഹോദരിക്ക് ഒരു രാത്രിയില് എന്നോട് സംസാരിക്കാനും ആമേൻ എന്നോട് ഇടപെടാനും ആമേൻ തനിക്ക് ദൈവ ആലോചന കൊടുത്ത അനുസരിച്ച് ഞങ്ങൾ തമ്മിൽ വളരെ സമയം സംസാരിക്കുകയും എന്നെ തൻ്റെ ഒരു സഹോദരിയെ പോലെ സ്നേഹിച്ച് എൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും മനസ്സിലാക്കി ആമേൻ ഇടപെടുകയും എന്നെ കൈക്ക് പിടിച്ച് ആത്മീയത്തിൽ ഉയർത്തുകയും ചെയ്തു. സ്തോത്രം.
ഞങ്ങളെല്ലാവരും ഈ സെൻസി സാമുവേലച്ഛന്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടാറുണ്ട്. അവിടെ നല്ല സാക്ഷ്യത്തോടുകൂടെ അനേക ദൈവമക്കൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. അവർക്കെല്ലാം നല്ല ഗൈഡൻസ് കിട്ടി. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഇത്രയൊക്കെ ആയെങ്കിലും ഈ സ്നാനമെന്ന് കേൾക്കുമ്പോൾ എനിക്കും അലർജി ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവള് ഒരു ദിവസം എന്നോട് പറഞ്ഞു, കുഞ്ഞെ ആനി, ഞാനും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഞാന് പുള്ളിക്കാരിയെ അടിമുടി നോക്കി. ഹല്ലേലൂയ. അവരുടെ വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വീടാണെന്ന് എനിക്കും അറിയാമായിരുന്നു. എന്നാൽ താൻ എടുത്ത തീരുമാനം, ധൈര്യത്തോടെ എടുത്ത തീരുമാനം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലും ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സ്നാനത്തിന് വേണ്ടി കൂട്ടിനായി ശൗലിനെ പോലെ കടന്നു എന്നത് ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ വസ്ത്രം കാത്തതും, ഹല്ലേലൂയ, തന്നെ കൈക്ക് പിടിച്ച് കയറ്റി കൊണ്ടുവന്നതും എല്ലാം കർത്താവ് എനിക്കും കാണാനും കേൾക്കാനും കൃപ തന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം തന്റെ ജീവിതത്തില് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു, കഷ്ടതകൾ അനുഭവിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്നേ അവരുടെ വീട്ടിൽ നിന്ന് അപ്പൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഹല്ലേലൂയ, 3rd ഇയർ ആയിരുന്ന ആ സഹോദരിയെ അവരുടെ അപ്പന് തന്നെ മനസ്സിൽ തോന്നിയിട്ട് തിരികെ കൊണ്ടുവിട്ട ആ ചരിത്രങ്ങളും അതേ ആ പ്രാർത്ഥനയുടെ ഉത്തരവും എല്ലാം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലും ആമേൻ വളരെ സന്തോഷം തോന്നി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലും ദൈവാത്മാവ് ഇടപെട്ടിട്ട് ആമേൻ ഞാനും സ്നാനപ്പെടാൻ ഒരുങ്ങി. ഈ സ്നാനപ്പെട്ടവരും ഈ ആഭരണം ഊരിയവരും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. പപ്പയോടും മമ്മിയോടും ഇടപെടാറുണ്ടായിരുന്നു. അപ്പോഴേ അവർക്കറിയാം ഇവളും ഇവരുടെ പുറകെ പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ എന്നോട് പറയും, അവരെ പോലെ എങ്ങാനും മുങ്ങേച്ച് വന്നാല് നിന്നെ ഇതിനകത്ത് കയറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു ധൈര്യം തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാനും സ്നാനത്തിന് സമർപ്പിച്ചു. ഹല്ലേലൂയ. എൻ്റെ വീട്ടുകാരറിയാതെ ഹല്ലേലൂയ വെറും ഒരു ബ്ലൗസ് മാത്രം ഞാൻ എടുത്തുകൊണ്ട് വളരെ രഹസ്യമായ ഒരു സ്ഥലത്ത് പോയി ആമേൻ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തു, ചില ദിവസങ്ങള് എൻ്റെ വീട്ടുകാരറിയാതെ ഞാൻ ഈ വിവരം വെച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഈ സ്നാനം കഴിഞ്ഞ അന്ന് ഞാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഹല്ലേലൂയ ഒരു അമ്മയില്ലാത്ത ഒരു കുഞ്ഞുണ്ട്. കൊച്ചു കുഞ്ഞാണ്, 2-3 വയസ്സേ ഉള്ളൂ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ വരികയും വളരെ സന്തോഷമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു കൊച്ചു പൈതലാണ്. ഹല്ലേലൂയ. അവന് ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ അന്ന് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിരികെ വന്നതാണ്. എന്നെ കണ്ടപ്പോൾ വീട്ടിൽ വന്നു. സ്തോത്രം. അവന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പെട്ടെന്ന് അവൻ ഫെയിന്റായി, ബോധം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അവന് അവിടെ വീഴുകയും ഞാൻ അവനെ എടുത്ത് കട്ടിലിൽ കിടത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവന്റെ വീട്ടിലേക്ക് ആള് പോയി. അവന്റെ പപ്പ അവിടെ ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ഞങ്ങളുടെ വീട്ടുകാര് അത്ര ശ്രദ്ധിച്ചില്ല. എങ്കിലും ഞാൻ ഈ കുഞ്ഞിന്റെ മേൽ ധൈര്യമായിട്ട് കൈവച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന്
നിന്റെ വചനമനുസരിച്ച് ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണം, ഈ കുഞ്ഞിന് സൗഖ്യം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന മാല മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. സ്നാനം കഴിഞ്ഞ് ഞാനത് എടുത്ത് ധരിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാല് എന്റെ ഹൃദയത്തിൽ തന്നെ ഒരു കുറ്റബോധമുണ്ടായി. കർത്താവേ, ഊരിയത് ഞാൻ പിന്നെയും ഇട്ടല്ലോ, ഇതൊരു കുറവാകരുതേ കർത്താവേ, ഞാൻ ഇത് ഊരിക്കോളാം കർത്താവേ, ഈ കുഞ്ഞിനെ ഇപ്പോൾ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി ആ കുഞ്ഞിനെ തൊടുകയും അത് കണ്ണു തുറന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. ഹല്ലേലൂയ. ഇതൊരു അപാകതയാണല്ലോ, ഒരു ദൈവത്തോട് ചെയ്ത ഒരു കുറ്റമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ചില ദിവസങ്ങൾക്ക് ശേഷം എന്തു വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യത്തോടെ, ആമേൻ, ഞാൻ ഈ ആഭരണം എല്ലാം ഊരി കടലാസിൽ പൊതിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മമ്മി, വളരെ ദിവസങ്ങളായി ഇത് അമ്മയ്ക്ക് തരാൻ ആഗ്രഹിക്കുക, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് അന്നൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിക്ക് ഞാൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അമ്മ തുറന്നു നോക്കിയപ്പോഴേ മനസ്സിലായി ഞാൻ ഒരു പൂർണ്ണ പെന്തക്കോസ്തുകാരിയായി എന്ന്. ഹല്ലേലൂയ. അന്ന് വൈകിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയ എതിരായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയ്ക്കും പറയാനുള്ളത്, ഈ കോലത്തിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, നീ ഇപ്പോൾ ഇറങ്ങിപ്പോണം, ആരാണ് നിന്നെ വിളിച്ചുകൊണ്ട് പോയത്, അവരുടെ പിന്നാലെ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ മകളാണ്, ഞാൻ ചെയ്തത് ദൈവവചനത്തെ അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഞാൻ അവിടെ തന്നെ നിന്നു. ദൈവത്തിന് സ്തോത്രം. സന്ധ്യയായപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നോട് വളരെ ആമേൻ സംസാരിച്ചതിന് ശേഷം അവര് മാറിപ്പോയപ്പോൾ ഞാൻ എൻ്റെ മുറിയിലേക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നു മുതല് എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹമില്ലാത്ത ഇടപാടുകള്, നിന്ദകള്, ആമേൻ, മറ്റുള്ളവരുടെ അപമാനങ്ങള് ഒക്കെ സഹിക്കേണ്ടി വന്നു. എങ്കിലും ആമേൻ, ഹല്ലേലൂയ, കർത്താവ് എന്നെ മേൽക്കുമേൽ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിചാരിക്കും എല്ലാവരും കൈവിട്ടാൽ എന്ത് ചെയ്യുമെന്ന്. എന്നാൽ കൈവിടാത്ത ഒരു നല്ല കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ധൈര്യം പകർന്നു തന്നു. പലപ്പോഴും മനസ്സ് ഭാരപ്പെട്ട ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് എന്നെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കർത്താവിന്റെ വേലയാണ്. അതുകൊണ്ട് ഒരവസരം വന്നപ്പോൾ പ്രിയ സാമച്ചായൻ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആമേൻ വടവാതിൽ ശാലയും ബൈബിൾ കോളേജില്, സ്കൂളില്, ഹല്ലേലൂയ, ഒരു അഡ്മിഷൻ ശരിയാക്കി തന്നു. ഹല്ലേലൂയ. അവിടെ ഞാൻ കടന്നുപോയി ദൈവവചനം പഠിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു വർഷത്തെ പഠനം കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇനി എന്ത് ചെയ്യും? വീട്ടിൽ ചെല്ലുമ്പോൾ ഇനിയും പ്രശ്നമാണല്ലോ, അവരെന്നെ പുറത്തേക്ക് വിടത്തില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് പലപ്പോഴും ഭാരപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ കൃപയാല്, ഹല്ലേലൂയ, അന്ന് നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് വെച്ച് ആമേൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആമേൻ ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ MC വർഗീസ്. ഹല്ലേലൂയ. താൻ നാട്ടിൽ കടന്നു വന്നു. ഹല്ലേലൂയ. തലവടിയിൽ നിന്നും വടവാതൂരിൽ നിന്നും എല്ലാം ബൈബിൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം താൻ തിരുവല്ലായില് പൗരെന്ന സഭയില് ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ തന്നോട് ചേർന്ന് ഹല്ലേലൂയ ആമേൻ വിവാഹത്തിനായി ആലോചിക്കുകയും എൻ്റെ പപ്പയും മറ്റുള്ളവരും കടന്നുപോയി വളരെ പ്രയാസപ്പെട്ടു. എൻ്റെ പപ്പയെ ചിലര് നിർബന്ധിച്ച്
എന്റെ ആത്മീയരായ സഹോദരങ്ങൾ ചിലര് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ വിവാഹം നടത്തി തരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. 1980 ഹല്ലേലൂയ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന് നോർത്ത് ഇന്ത്യയിലാണ് തന്റെ വേല സ്ഥലമെന്ന് പലപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ ഞങ്ങള് ആ തിരുവല്ലയിൽ കർത്താവിന്റെ വേല ചെയ്തു. അത് ഞങ്ങൾക്കൊരു നല്ല ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അവിടെ ആത്മീയമായും ശുശ്രൂഷാപരമായും വളരുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. ആ ദൈവദാസന്റെയും ദാസിയുടെയും ശുശ്രൂഷ, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൈബിൾ സ്കൂളിലെ ട്രെയിനിങ്ങിനേക്കാൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 1987 ഹല്ലേലൂയ ഞങ്ങളുടെ മോൻ 1982 ജനിച്ചു. 87 ആയപ്പോൾ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോരാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയില് ഡൽഹിയില് കർത്താവിന്റെ ദാസന്റെ സഹോദരൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വന്ന് ചില ദിവസങ്ങൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഹല്ലേലൂയ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റെവറൻഡ് ആർ എബ്രഹാം, ഹല്ലേലൂയ, അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ നല്ല സംസാരം, നല്ല ഇടപാട്, തന്റെ പ്രാർത്ഥനാ ജീവിതം, അത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമായി അനുഗ്രഹമായി തോന്നിയതിനാൽ തന്നോട് ചേർന്ന് വേല ചെയ്യുവാൻ ഞങ്ങൾ വന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഞങ്ങളെ UP-ല് ഗാസിയാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വേലയ്ക്കായി കടന്നു പോകാനും അവിടെ ഞങ്ങളെ ആക്കുവാനും ആ ദൈവദാസൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുതുതായ ഒരു സ്ഥലത്ത് ഹല്ലേലൂയ എങ്ങനെ വേല ചെയ്യണം എന്ന് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാല് കർത്താവിന്റെ കൃപയാല് ഹല്ലേലൂയ കർത്താവ് അവിടെ ചില ആത്മാക്കളെ, ചില കുടുംബങ്ങളെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ പറയട്ടെ, എൻ്റെ മോന് 1ാം ക്ലാസ്സില് അവിടെയാണ് ചേർന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല കാത്തലിക് സ്കൂളില് അവന് അഡ്മിഷൻ കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടത്തെ രീതികൾ, യൂണിഫോം, ഷൂ, ഇതെല്ലാം ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്കൊരു ഭാരമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ കർത്താവ് നടത്തി. ഹല്ലേലൂയ. തൽക്കാലം അവന് ഇട്ടുകൊണ്ട് വന്ന ഷൂ ഇട്ട് സ്കൂളിൽ അതൊക്കെ പോളിഷ് ചെയ്ത് വിട്ടയക്കുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഒരു ദിവസം അവന്റെ ക്ലാസ് ടീച്ചർ അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇനി ഈ ഷൂ ഇട്ടുകൊണ്ട് നീ വരരുത്. നിന്റെ പപ്പയോട് പറയണം നിനക്ക് പുതിയ ഷൂ മേടിച്ചു തരാൻ. ഞങ്ങൾക്ക് അപ്പോൾ അത്രയും ചെയ്യാൻ പോലും ഒരു കഴിവില്ലാത്ത അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അന്ന് മോൻ വന്ന് പറയുന്നത് വെള്ളിയാഴ്ച. ഞാൻ ഓർത്ത് 2 ദിവസം ഉണ്ടല്ലോ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം മോനെ, പ്രാർത്ഥിക്കാം. കർത്താവ് നിനക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ പുതിയ ഷൂ തരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങള് രണ്ടും കർത്താവിന്റെ ദാസനും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ വീടിന്റെ വാതിലില് മുട്ടി വിളിച്ച് കതക് തുറന്നു നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു ദൈവദാസനായിരുന്നു, ഒരു ദൈവ മനുഷ്യനായിരുന്നു. അദ്ദേഹം കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്നെ വഴക്ക് പറയരുത്, ഞാനൊരു പ്രത്യേക കാര്യത്തിന് വന്നതാ. ഞാൻ ചോദിച്ചു എന്താ? ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ മോള് ആ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ഷൂ മേടിച്ചുകൊണ്ട് വന്നു. അത് ഇവിടെ വന്നപ്പോഴാ അറിയുന്ന അത് ആൺകുട്ടികളുടെ ഷൂ ആണ്. സ്തോത്രം. എൻ്റെ മോള് പറഞ്ഞു, പപ്പേ ഈ ഷൂ നമുക്ക് ഭിന്നിച്ചതിന് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് അതൊരു നിസ്സാരമായിരിക്കും.
എന്നാൽ അത് ഞങ്ങളുടെ ജീവിതത്തില് ഒരു വലിയ സംഭവമായിരുന്നു. ഹല്ലേലൂയ. ഞായറാഴ്ച സന്ധിക്കത്തെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം അയച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തി അവിടെ ഒരു സഭയെ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ എബ്രഹാം ഫസ്റ്റ് വീണ്ടും പറഞ്ഞു, ഞങ്ങളെ ഭിവാണി എന്ന് പറയുന്ന ഹരിയാനയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം, അവിടുത്തെ സഭയിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇതൊന്നും ആയില്ലല്ലോ. ഹല്ലേലൂയ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നോക്കിക്കോളാം, നിങ്ങൾ ഇനി അവിടേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ ഭിവാണിയിലേക്ക് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്തു. ഹല്ലേലൂയ. അവിടെയും ഹല്ലേലൂയ ആ സഭയുടേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 വർഷം അവിടെയും ഞങ്ങള് നിൽക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു നല്ല സഭ കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും പറഞ്ഞു, നിങ്ങളൊന്ന് ഒറീസയിലേക്ക് പോകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അതുവരെയും കേട്ടിട്ടില്ല, ഒറീസ എന്ന സ്ഥലം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, കർത്താവേ, നീ എവിടെ അയച്ചാലും ഞങ്ങൾ പോകും, നിന്റെ വേല ചെയ്യും കർത്താവേ, അതിനായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് അവിടുന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്കുകളുടെ മുമ്പില് അല്പം പതറിച്ച ഉണ്ടായിരുന്നു എങ്കിലും ഹല്ലേലൂയ ഞങ്ങള് ഈ ഒറീസയിലെ കട്ടക്കിലേക്ക് വരുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി. ഞാൻ അതിന്റെ ഇടയിലെ കാര്യങ്ങൾ പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാല് ഞങ്ങൾ ഈ കണ്ട സ്ഥലങ്ങൾ പോലെ ഒന്നുമല്ലായിരുന്നു ഒറീസയും ആ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിലും കടന്നു വന്നപ്പോൾ മുതല് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് ഹല്ലേലൂയ പഠിത്തമില്ലാത്തതും ഹല്ലേലൂയ അതെ ജീവിക്കാൻ അറിയാൻ മേലാത്തവരും സംസ്കാരമില്ലാത്തവരും ഒക്കെ ആയിരുന്നെങ്കിലും കർത്താവ് ഞങ്ങളെ ഇവിടെ നിർത്തി സൂക്ഷിച്ചു. ഹല്ലേലൂയ. അനേക ആത്മാക്കളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. എന്നാൽ അതിനിടയിലുള്ള ചില കാര്യങ്ങള് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1999 ഹല്ലേലൂയ ഞങ്ങള് കട്ടക്കില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഒറീസ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയില് ഒരു സൂപ്പർ സൈക്ലോൺ ഉണ്ടാകാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിന്റെ തലേ വർഷമാണ് ഹല്ലേലൂയ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ദൈവദാസനെയും 2 മക്കളെയും ഈ ഒറീസയിൽ വെച്ച് ചുട്ടുകരിച്ചു കൊന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വന്നവരെ ആമേൻ ഇത്രമാത്രം ദ്രോഹിച്ച ഈ സ്ഥലത്ത് എങ്ങനെ നിൽക്കുമെന്ന് ഓർത്തൊക്കെയും ഭാരപ്പെട്ടെങ്കിലും ഹല്ലേലൂയ ഞങ്ങൾ പിന്നെയും കർത്താവിന്റെ വേലയിൽ തുടർന്നു. 1999 ഈ സൂപ്പർ സൈക്ലോൺ ഒറീസയെ ബാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, അന്നാണ് കാറ്റും മഴയും എന്താണെന്ന് ഞങ്ങൾ കാണാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അന്ന് ഞാന് ബൈബിൾ സ്കൂളില് മറ്റൊരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് എത്തുമോ എന്നറിയത്തില്ലായിരുന്നു. അതുപോലത്തെ കാറ്റ്. ആമേൻ. ഇവിടെയൊക്കെ ആ കാലങ്ങളില് റിക്ഷയിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്നത്. അതെ, റിക്ഷ പോലും എടുത്തു മറിച്ചു കളയുന്ന കാറ്റടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത്ഭുതകരമായിട്ടാണ് ഞാൻ തിരിച്ച് ഭവനത്തിൽ മടങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴ് അവിടെയുള്ള എല്ലാവരും പറയാൻ തുടങ്ങി, സിസ്റ്ററെ, ഇവിടെ 2 ദിവസമായി ഈ കാറ്റടിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുന്ന പലരുടെയും വീടുകൾ ഈ കച്ചി കൊണ്ട് മേഞ്ഞ വീടുകള് ആയിരുന്നു.
പറയുന്നു, ഈ കാറ്റിന്റെ ശക്തിയാല് ഈ കച്ചി മുഴുവനും പറന്നു പോയിട്ട് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ ആയി തീർന്നു. ഒരു നേരത്തെ ആഹാരം വെച്ച് കഴിക്കാൻ സ്ഥലമില്ലാതെ ആയി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്ന? ഞങ്ങളുടെ വീടില്ലേ, അങ്ങോട്ട് വന്ന് അവിടെ താമസിച്ചോ, അവിടെ നമുക്ക് ഒന്നിച്ച് കഞ്ഞി വെച്ച് കഴിയാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് സന്ധ്യ ആയപ്പോൾ ഏതാണ്ട് 33-35 പേര് ഞങ്ങളുടെ വീട്ടിൽ ആ ചുറ്റുപാട് നിന്ന് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. 2 ദിവസമായി അവര് ഭക്ഷണം കഴിച്ചിട്ട് കാറ്റെന്ന് പറയുന്നത് ചൂളമടിച്ച് ആമേൻ ഇങ്ങനെ കറങ്ങി വരുന്നത് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. ഹല്ലേലൂയ. ഒരു മഴത്തുള്ളി 1 കിലോ വെള്ളത്തേക്കാൾ കൂടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ വളരെ ഭാരപ്പെട്ട 2 ദിവസം ഉറങ്ങാൻ കഴിയാത്ത പ്രിയപ്പെട്ടവര് വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാളില് ഹല്ലേലൂയ അവരെല്ലാം ഡെറി വിരിച്ച് കടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞങ്ങൾ 2 റൊട്ടി കഴിക്കണമല്ലോ, ഇവരെ എങ്ങനെയാ പട്ടിണിക്കിട്ടേച്ച് ഞങ്ങൾ റൊട്ടി കഴിക്കുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. പെട്ടെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാന് 5 കിലോ ഗോതമ്പ് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവർക്ക് എല്ലാവർക്കും കൂടെ വെക്കാനുള്ള അരി എന്റെ പക്കലില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്ന് ഹല്ലേലൂയ ഈ ഗോതമ്പ് മാവ് എടുത്ത് ഞാൻ മറ്റൊരു സഹോദരിയെ കൂടെ വിളിച്ച് ഇവർക്കെല്ലാവർക്കും 2-3 ചപ്പാത്തി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കി അവർക്കെല്ലാം തിന്നാൻ കൊടുത്തു. അവരെല്ലാം തിന്നു. പിന്നെയും അവരുടെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി ഏതാണ്ട് 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് ആ സ്ഥലത്ത് വെച്ച് നല്ല ഉയർന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ വീട്. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്നൊന്നും വെള്ളം അവിടോട്ട് വരത്തില്ലെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കട്ടക്ക് മുഴുവനും വെള്ളത്തിനടിയിലായി. ആളുകൾ എവിടെയൊക്കെയോ ഓടിപ്പോയി സ്കൂളുകളുടെ വരാന്തയിലും ഒക്കെ അഭയം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ വീട്ടിലിരിക്കുന്നവർ വെളിയിലേക്ക് നോക്കിയപ്പോൾ കഴുത്തറ്റം വെള്ളമായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട്ടില് പൊത്തയ്ക്ക് മുകളിലോട്ട് വെള്ളം കയറുകയാണെങ്കിൽ താഴെ റോഡില് ഹല്ലേലൂയ അരയറ്റം വെള്ളം കഴുത്തറ്റം വെള്ളമുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യും? അവരെല്ലാവരും മുകളിലേക്ക് പോകുന്ന ആ സീഡിയയിൽ പോയി ഇരുന്ന് നേരം വെളുപ്പിച്ചു. സ്തോത്രം. ഞങ്ങളും കർത്താവിന്റെ ദാസൻ പെട്ടെന്ന് ഇഷ്ടികയെല്ലാം കൊണ്ടുവന്ന് കട്ടിലിന്റെ 4 വശത്തും വെച്ച് കട്ടിൽ ആ വെള്ളത്തിന്റെ മുകളിൽ ഉയർത്തി വെച്ച് ഞങ്ങൾ 3 അതേൽ കയറിയിരുന്നു. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാറ്റ് പിന്നെയും വീശുകയാണ്, മഴയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എല്ലാ കടകളിലും വെള്ളം കയറി, സാധനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നേരം വെളുത്തപ്പോൾ ഇവരെല്ലാവരും ചിന്തിച്ചപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം വെള്ളം നീന്തി കരയുള്ള സ്ഥലം നോക്കി പോയി. ഞങ്ങളെയും വിളിച്ചു, വരുന്നെങ്കിൽ വാ നിങ്ങളും. ഞങ്ങൾ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ ഈ വീട്ടിലാ ആക്കിയത്, ഞങ്ങളിപ്പോൾ എങ്ങും വരുന്നില്ല, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാന് നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ കയറി എന്റെ അരയറ്റയോളം വെള്ളം പൊങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒന്നിന്റെ പുറത്ത് എടുത്തു വെച്ച് കർത്താവിന്റെ ദാസൻ അതെല്ലാം നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്തി. സ്തോത്രം. എന്നാല് പിന്നെയാണ് ആളുകൾ പറയുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും ഇനിയിപ്പൊ സാധനങ്ങളൊന്നും ഉടനെ കിട്ടത്തില്ല, എല്ലാം വെള്ളം കയറി നശിച്ചു. അപ്പൊ ഞാനോർത്ത്, എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയാ ഇനി ജീവിക്കുന്നത്? ഉണ്ടായിരുന്ന ആട്ട മുഴുവൻ തീർന്നു, ഉരുളക്കിഴങ്ങ് മുഴുവൻ തീർന്നു. കർത്താവേ, ഈ വെള്ളത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് വലിയ ധൈര്യം തന്നു, വിശ്വാസം തന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെയ്തതാണ്.
ഹല്ലേലൂയ. ആ വിധവയായ സ്ത്രീ ഒരു ക്ഷാമകാലം മുഴുവനും ഏലിയാവിനും അവളുടെ വീട്ടിലുള്ളവർക്കും ആ ഒരു പിടി മാവും അല്പ എണ്ണയും കൊണ്ട് ജീവിച്ചു എങ്കില്, ഹല്ലേലൂയ, എന്റെ കലത്തിലെ മാവും തീർന്നു പോകാതെ ഇനി പുറത്തു നിന്നൊരു സാധനം കിട്ടുന്നത് വരെ കർത്താവ് എന്നെ പരിപാലിക്കണമെന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥനയോടെ അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ആട്ട മാത്രം വെളിയിലെടുക്കും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, 21 ദിവസം കഴിഞ്ഞാണ് അവിടെ വെള്ളം വന്നതും അവിടെ ആഹാര സാധനം കിട്ടിയതും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 21 ദിവസവും ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ലജ്ജിപ്പിച്ചില്ല, പട്ടിണിക്കിട്ടില്ല. ആ മാവിരുന്ന പാത്രത്തിൽ നിന്ന് ആമേൻ ഞങ്ങൾ 3 പേരും രാവിലെ 2 ചപ്പാത്തിയും വൈകിട്ട് 2 ചപ്പാത്തിയും കഴിക്കാൻ തക്കവണ്ണം കർത്താവ് ആ മാവ് തീർന്നു പോകാതെ ഞങ്ങളെ സൂക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വലിയ അത്ഭുതമായി. ഹല്ലേലൂയ. ദേശത്ത് ദൈവം പിന്നീട് കരണ്ട്, വെള്ളം, സാധനങ്ങളൊക്കെയും കിട്ടുന്ന സമയം വരെയും കർത്താവ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 2000 അങ്ങനെ ആ സംഭവം കടന്നുപോയി. ഹല്ലേലൂയ. വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതിന്റെ പിന്നിൽ അനുഭവിച്ചു. ഹല്ലേലൂയ. 2000 ആണ്ടില് ഞങ്ങൾ ഒറീസയിലെ കന്ധമാൾ എന്ന സ്ഥലത്ത് ഒരു പുതിയ വേല ആരംഭിച്ചു. ഹല്ലേലൂയ. അവിടെ കടന്നു പോകാനും ദൈവത്തെ ആരാധിക്കാനും ചില ദൈവമക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് മറ്റ് ചില സഭകൾ ഉണ്ടാകുവാനും ദൈവം സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയുള്ള സഭകള് എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്കാർക്കും ചിന്തിക്കാൻ പോലും വയ്യാത്ത സ്ഥലങ്ങളും ഹോളുകളും ഒക്കെയാണ്. അവർ കൂടി വരുന്ന സ്ഥലങ്ങള്, അവരുടെ വേഷം, ഇതെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതില് അവര് താല്പര്യമുള്ളവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർമാനം അവിടുത്തെ വേല നടത്തിക്കൊണ്ടിരുന്നു. കട്ടക്കിലും നല്ല ഒരു സഭയെ പണിതെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2005 അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഇതുപോലത്തെ മെയ് മാസത്തില് ആമേൻ അതിഭയങ്കരമായ ചൂട്, അതികഠിനമായിരിക്കുന്ന ഒരു സമയത്ത് അവിടെ കൺവെൻഷൻ 3 ദിവസത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പന്തലെന്ന് പറയുന്നത് നമ്മുടെ ടാർപ്പാളിനോ അല്ലെങ്കിൽ നമ്മുടേതായ യാതൊരു രീതിയിലുമല്ല. വൃക്ഷത്തിന്റെ കൊമ്പുകൾ ഒടിച്ച് തൂക്കിയിട്ട് അതിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. ചൂട് വരുമ്പോൾ അതെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇങ്ങനെ വളരെ വെയിൽ കൊണ്ട് ആമേൻ കഷ്ടപ്പെട്ട് അവിടുത്തെ ആ യോഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ്, കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, അദ്ദേഹം ഒരിക്കലും ഒരു ക്ഷീണിതനായിട്ട് വർത്തമാനം പറയുന്നതല്ല. അന്ന് താൻ വളരെ ക്ഷീണിതനായി കണ്ടു. ഹല്ലേലൂയ. എനിക്ക് തല ചുറ്റുന്നുണ്ട്, ദേഹം വല്ലാതെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു സൺസ്ട്രോക്ക് ആണ്, ചൂടടിച്ചതാണ്. അന്ന് രാത്രി വണ്ടിക്ക് ഞങ്ങൾ കയറിയാൽ നേരം വെളുത്തേ വന്ന് കട്ടക്കിൽ എത്താൻ ഒക്കത്തുള്ളൂ. അത്രയും സമയം വണ്ടിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാല് അന്ന് രാത്രി അവിടുന്ന് താൻ ഫ്രഷായി ആമേൻ വണ്ടിയിൽ കയറി. ഹല്ലേലൂയ. എന്നാല് ഹല്ലേലൂയ വണ്ടിയെന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ താൻ കറങ്ങി ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അന്ന് ഞങ്ങൾ കട്ടക്കിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ആ ഒരു മാന്യ വ്യക്തി ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം, ഇത് കണ്ടിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. തന്റെ ദേഹം മുഴുവൻ വിയർത്ത് ഒളിക്കുന്നു. ഹല്ലേലൂയ. വളരെ പ്രയാസം അനുഭവപ്പെടുന്നു. അവിടെ ചെന്നപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്. എത്രയും വേഗം ആമേൻ
ആമേൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഞങ്ങള് ഭുവനേശ്വരത്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ, അന്ന് കട്ടക്കിലൊന്നും നല്ല ഹോസ്പിറ്റലുകളില്ല. ഹല്ലേലൂയ അദ്ദേഹത്തെ ഭുവനേശ്വരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹല്ലേലൂയ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഹല്ലേലൂയ ഏതാണ്ട് 90% തൻ്റെ വെയിൻ ബ്ലോക്കായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണേ? എത്രയും വേഗം ഒരു ബൈപ്പാസ് സർജറി വേണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങള് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ എന്തു വന്നാലും മരിക്കേണ്ടി വന്നാലും ഈ കട്ടക്കില് ഞങ്ങൾ ഒരു ഓപ്പറേഷന് തയ്യാറാകത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് കേരളത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അത്ഭുതം ചെയ്യണേ, അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഹല്ലേലൂയ അതെ ഞങ്ങൾ കട്ടക്കിൽ നിന്ന് കേരളത്തിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. അനേകരെ ടിക്കറ്റ് എടുത്തു തരാന് ഹല്ലേലൂയ ഞങ്ങളെ യാത്രയാക്കുവാന് ഒക്കെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. അതിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മോന് അന്ന് ബാംഗ്ലൂരിലായിരുന്നു, അവൻ അവിടെ നിന്ന് എറണാകുളത്ത് വന്നു. ഹല്ലേലൂയ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലില് ഹല്ലേലൂയ ഈ റിപ്പോർട്ട് മുഴുവനും കാണിച്ചപ്പോൾ അവര് ചോദിക്കുന്നത് തന്നെ ഈ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം താൻ ക്ഷീണിതനായി ബ്ലോക്ക് ഉള്ളവനായിട്ടിരിക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഇതെല്ലാം കർത്താവിന്റെ നടത്തിപ്പല്ലാതെ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. ഞങ്ങൾ എറണാകുളത്ത് വന്നു. ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒക്കെ ബുക്ക് ചെയ്താണ് ആമേൻ ഓപ്പറേഷൻ നടക്കുന്നത്. എന്നാൽ ഈ കേസ് സ്വർഗത്തിലെ ദൈവം തന്റെ ഹൃദയത്തോട് ഇടപെട്ടപ്പോൾ ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ പറഞ്ഞു. ഹല്ലേലൂയ അതിനായിട്ട് അഡ്മിറ്റ് ചെയ്തു. തനിക്ക് ബ്ലഡ് വേണം. തന്റെ ബ്ലഡ് നെഗറ്റീവായിട്ടുള്ള ബ്ലഡാണ്, AB നെഗറ്റീവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ ഭാരപ്പെട്ടപ്പോൾ ദൈവ അത്ഭുതകരമായിട്ട് 2 സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത 2 പേരെ അയച്ചു. ഹല്ലേലൂയ. അവരുടെ ബ്ലഡ് എടുത്തു. ഹല്ലേലൂയ. അത്ഭുതകരമാർന്ന നിലയിൽ ഡോക്ടർ ജോസ് ചാക്കോ സ്തോത്രം അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞത് ഇത് ദൈവമാണ് ചെയ്തത്. ഹല്ലേലൂയ. ഇത്രമാത്രം ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തി ആമേനെ എങ്ങനെ ഇവിടെ വന്നു, ഈ ദിവസങ്ങൾ കഴിഞ്ഞുവെന്ന് അതൊരു അത്ഭുതമാണെന്ന് പറയത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. തനിക്ക് കർത്താവ് അത്ഭുത വിടുതൽ കൊടുത്തു. ചില ദിവസങ്ങൾ ഞങ്ങൾ തൻ്റെ വീട്ടിൽ വിശ്രമിച്ചിട്ട് ആമേൻ മടങ്ങി വീണ്ടും കട്ടക്കിലേക്ക് വരുവാൻ ദൈവം ഇടയായി തീർന്നു. സ്തോത്രം. ഇത് 2005 നടക്കുന്നത്. അപ്പോഴ് ഞങ്ങള് കർത്താവിന്റെ വേല ഈ ട്രൈബൽ ഏരിയയില് ആരംഭിച്ചപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ എന്നും രോഗികളായി. ഹല്ലേലൂയ. ഭക്ഷണമില്ലാതെയും മരുന്നില്ലാതെയും വിദ്യാഭ്യാസമില്ലാതെയും അവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഒരു ബോയ്സ് ഹോം തുടങ്ങാനായിട്ട് ഒരാഗ്രഹമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ 2006 മുതൽ ഞങ്ങളൊരു ബോയ്സ് ഹോം കട്ടക്കിൽ തുടങ്ങാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം. കുറേശ്ശെ പിള്ളേരെ എടുത്ത് ഏതാണ്ട് 15 പേരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അതിൻ്റെ ഇടയിൽ പലരും പോയി, പിന്നെ ചിലർ വന്നു. ഏതായാലും 15 കുഞ്ഞുങ്ങളോടുകൂടെ 2006 ഒരു ബോയ്സ് ഹോം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ജീവിതത്തില് ഞാൻ പറയും, എന്നെ കർത്താവ് ട്രെയിൻ ചെയ്യിച്ച വിധങ്ങള് ഹല്ലേലൂയ ഒരുപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടില് ഹല്ലേലൂയ എൻ്റെ പപ്പയുടെ പണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഹല്ലേലൂയ എനിക്ക് കർത്താവിനെ അറിയാനും ഹല്ലേലൂയ തുടർന്നുള്ള എൻ്റെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കർത്താവിനെ നടത്തിയതും.
എങ്ങനെ താണു വരാൻ പറ്റും, ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ മറ്റുള്ളവരോട് ദയയായി പെരുമാറുമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഹല്ലേലൂയ ഉത്തമമായത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെ, അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളർത്തിയെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി വളരെ പരിശ്രമം ചെയ്തു. ഹല്ലേലൂയ. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയാത്ത കുഞ്ഞുങ്ങളെ ഒന്നേന്ന് പഠിപ്പിച്ച് ഹല്ലേലൂയ അവരെ മനുഷ്യ കുഞ്ഞുങ്ങളാക്കുവാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരെ ആയി ഇവിടുത്തെ അക്ഷരമാല പഠിപ്പിച്ചപ്പോൾ ഞാനും കൂടെ ഇരുന്ന് പഠിച്ചു. സ്തോത്രം. അങ്ങനെ അവരോട് ഇടപെടുവാനും അനേകരോട് സുവിശേഷം പറയുവാനും ദൈവവചനം ഒറിയായിൽ ശുശ്രൂഷിക്കാനും കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്തോത്രം. ഇത്രയും കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഇവരെല്ലാം ഒരുപോലെ രോഗികളാവും. ഹല്ലേലൂയ. ഇവരുടെ ഭക്ഷണം, ഇവരുടെ മരുന്ന്, ഇവർക്ക് ഡോക്ടർ സഹായങ്ങള് ഒക്കെ ചെയ്യുവാൻ ആമേൻ കർത്താവിനെ സഹായിച്ചു. 2 വേലക്കാര് അടുക്കളയിൽ ഉണ്ടെങ്കിലും അവരും അവരുടെ ദേശത്തു നിന്ന് വന്നതായതുകൊണ്ട് വേണ്ടത്ര ബുദ്ധിയോ ജ്ഞാനമോ ഇല്ല. എന്നാൽ കർത്താവ് ഇവരെ വഹിച്ചുകൊണ്ട് പോകാനുള്ള പരിജ്ഞാനം തന്ന് ആമേൻ ചില വർഷങ്ങൾ ആമേൻ ഇവരെ വളർത്തിയെടുക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ആമേൻ ചിക്കൻ ബോക്സ് വന്നു. ഹല്ലേലൂയ. 1 വന്നു, 2 വന്നു, 3 വന്നു. ഇതുങ്ങളെ കിടത്താൻ സ്ഥലമില്ല, മറ്റുള്ള കുഞ്ഞുങ്ങൾ മാറി താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഇരുന്ന 15 കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ചിക്കൻ ബോക്സ് ആയി. ഓരോന്നിന് വേണ്ടുന്നതെല്ലാം ചെയ്തു. 1 കുളിപ്പിച്ചു, 2 കുളിപ്പിച്ചു. അങ്ങനെ ഈ 15 കുഞ്ഞുങ്ങളെയും ആമേൻ അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ആമേൻ കുളിപ്പിക്കുവാനും ഹല്ലേലൂയ കർത്താവ് ദയ ചെയ്തു, കരുണ കാണിച്ചു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവരെ ദൈവത്തിന്റെ വചനം അഭ്യസിപ്പിച്ചു. ഹല്ലേലൂയ. ഒരു കുട്ടി തന്നെ ഏകദേശം 300, 400, 500 വാക്യങ്ങൾ വരെ കാണാതെ പഠിക്കാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. സ്ട്രിക്റ്റ് ആയിട്ട് അവധിയുള്ള സമയങ്ങളില് ആമേൻ അവർ 1-2 വാക്യങ്ങള് കാണാതെ പറഞ്ഞ് എന്നെ കേൾപ്പിച്ചേ പ്രഭാത ഭക്ഷണത്തിന് ഇരിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ വളർന്ന പഠിച്ച സ്കൂളുകളിൽ പോലും അവരെ അത്രമാത്രം താല്പര്യമായിരുന്നു. അവര് പറയുന്ന ഇനിയും നിങ്ങൾ കുഞ്ഞുങ്ങളെ എടുക്ക, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്ക എന്ന് എന്നോട് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല കുഞ്ഞുങ്ങൾ അതെ ആ സ്കൂളുകളില് ദൈവം കിട്ടി. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. 10ാം ക്ലാസ്സില് ആദ്യത്തെ ബാച്ച് 5 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഡിസ്ട്രിക്റ്റില് ആമേൻ ഫസ്റ്റ് ആയിട്ട് 1 കുഞ്ഞും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഫസ്റ്റ് ക്ലാസ്സിന് മുകളിലും മാർക്ക് വെച്ച് ജയിക്കുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ദൈവം ചെയ്ത വഴികള് അവർക്ക് ബുദ്ധി കൊടുത്തു, അവർക്ക് ട്യൂഷൻ കൊടുത്തു, അവരെ ദൈവകൃപയിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു, സെക്കൻഡ് ബാച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് സർക്കാർ ഹല്ലേലൂയ ഹോം എല്ലാം നിർത്തണമെന്നും പറഞ്ഞ് അവരുടെ ഓർഡർ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ദുഃഖത്തോടെ പറയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് 2018 ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം പറഞ്ഞു വിടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ദുഃഖമായി പോയി. എങ്കിലും ഇന്നും എനിക്കറിയാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയി അവരുടെ ദേശത്ത് അവര് മാതൃകയുള്ളവരായും നല്ല കുട്ടികളായും
ജീവിച്ച് ഹല്ലേലൂയ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞിന്റെ കല്യാണം ആമേൻ സുവിശേഷ വേലക്കാരനായി ആമേൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഹല്ലേലൂയ ദൈവമാണ് അതും ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചത്. കഷ്ടതയും ദുഃഖവും ഭാരവും നിരാശയും ഹല്ലേലൂയ ബുദ്ധിമുട്ടുകളും എല്ലാത്തിൻ്റെയും നടുവിൽ കൂടെ ദൈവാത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം ഇടയിൽ മറ്റൊരു സംഭവം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. 2007 ഈ കുഞ്ഞുങ്ങളെല്ലാം അതിന് ശേഷമാണ് എൻ്റെ മോന്റെ വിവാഹ കാര്യം ശരിയായത്. അതിനുവേണ്ടി ഞങ്ങൾ നാട്ടിൽ കടന്നു പോകേണ്ടി വന്നു. വിവാഹമെല്ലാം ഭംഗിയായി നടന്നു. ഞാൻ അത് പറയാൻ വന്നതല്ല. വിവാഹത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒറീസയിലേക്ക് തിരികെ പോരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പോരുന്ന ട്രെയിന് വിശാഖപട്ടണത്ത് വെച്ച് അതിന് തൊട്ടു പുറകിലായിട്ട് ആ ട്രെയിൻ പാളം തെറ്റി എല്ലാം അധികം ബോഗികളും മറിയുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതില് ഞങ്ങൾ ഉണ്ടായിരുന്ന ബോഗിയില് ഒരത്ഭുതം നടന്നു. ഹല്ലേലൂയ. ഏതാണ്ടോ ഇത് രാത്രി ഒരു 12 മണിക്കോ 11നും 12നും ഇടയ്ക്കാണ് ഈ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ് ഇരിക്കുന്നത്. എങ്കിലും ഈ ട്രെയിൻ മറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബോഗി എവിടോട്ട് മറിയണമോ അവിടെ ഒരു മൺതിട്ടയുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ ഒരു മൺതിട്ടയില് ഈ ബോഗി ഇങ്ങനെ മറിഞ്ഞ് ചെരിഞ്ഞു നിന്നു. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ആരും താഴെ വീഴാൻ ഇടയായില്ല. അദ്ദേഹം കടന്നിടത്തുനിന്ന് എന്റെ സീറ്റിലേക്ക് തെറിച്ചു വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കൈയും കാലും ഒടിഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവ് അനർത്ഥം വരാതെ ആ ട്രെയിൻ ആക്സിഡന്റ് സൂക്ഷിച്ചു. മറ്റൊരു കാര്യം, ഈ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഹല്ലേലൂയ ഒരു മനുഷ്യൻ ആന്ധ്രയിൽ നിന്ന് അതിൽ കയറിയതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അയാളെ അറിയത്തില്ല. എന്നാൽ വലിയ ഹൈറ്റും വെയിറ്റുമുള്ള ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അയാൾ കിടന്ന് ഉറങ്ങുന്നില്ല. അയാൾ വഴിയെ പോകുന്ന സാധനം എല്ലാം മേടിച്ച് ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ ബോഗിയില് ഉള്ള ചില കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് അങ്ങേരെ കണ്ടിട്ടും ഇത് കണ്ടിട്ടും ഇരുന്ന് ചിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും അങ്ങനെ മാറിയും തിരിഞ്ഞു നോക്കി. എന്നാൽ പറയട്ടെ, ഈ ട്രെയിൻ പാളം തെറ്റി എല്ലാ ബോഗിയിലും കരച്ചിലും നിലവിളിയും ഒക്കെയായി ഞങ്ങളുടെ ബോഗിയിലും ഒരു മനുഷ്യൻ വാതിക്കൽ നിന്ന മനുഷ്യൻ തൻ്റെ തലയിടിച്ച് മരിച്ച് അവിടെ വീണ് കിടക്കുകയാണ്. അതിന്റെ മുകളിൽ കൂടെ ആർക്കും ചവിട്ടി ഈ ട്രെയിനിന്റെ പുറത്തേട്ട് ഇറങ്ങാൻ സാധിക്കത്തില്ല. അതുപോലെ ട്രെയിനിന്റെ വാതിൽ അങ്ങ് ഉയരത്തിലായി. ഇതിങ്ങനെ ചെരിഞ്ഞപ്പോൾ ഒരു വശം അങ്ങ് ഉയർന്നുപോയി. സ്ത്രീകളും പിള്ളേരും എന്ത് ചെയ്യും? അതിനകത്ത് മുഴുവൻ പുക പോലെ മെറ്റലിന്റെ പൊടിയും കയറി ഹല്ലേലൂയ ആർക്കും വണ്ടിയിൽ നിറങ്ങാൻ മേലാതെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഈ കണ്ട മനുഷ്യൻ ഈ വണ്ടിയുടെ സൈഡിൽ വന്ന് നിന്ന് ഞങ്ങളെ എല്ലാവരെയും കൈക്ക് പിടിച്ച് ആ ബോഗിക്ക് അകത്ത് നിന്ന് പുറത്തു കൊണ്ട് എന്ന് ഒരമ്മ തന്റെ കുഞ്ഞിനെ എടുത്ത് താഴോട്ട് വെക്കുന്നത് പോലെ ഞങ്ങളെ ആ ട്രെയിനിൽ നിന്ന് എടുത്ത് താഴെ ഇറക്കിയാണ് ഞങ്ങളെ സഹായിച്ചത്. കാലൊക്കെ അവിടെ ഇവിടെയും തട്ടിയത് കൊണ്ട് വേദന കൊണ്ട് ഞങ്ങൾ ആ വെളിയിൽ ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പോഴാണ് ഈ മനുഷ്യന് ഒരു താങ്ക്സ് പറയണമല്ലോ, നമ്മളെ ഇത്രയും സഹായിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങള് ആ ബോഗിയുടെ അവിടെയും ആ ചുറ്റുപാടിലെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. തന്റെ ഭക്തന്മാരെ സഹായിക്കാൻ ദൈവം ദൂതനെ പോലെ ഒരാളെ അയച്ചു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തില് അവിടെ നിന്ന് റെയിൽവേയുടെ ഓഫീസർമാർ വന്ന്
ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ കൈക്ക് പിടിച്ച് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മറ്റൊരു ട്രെയിനിൽ കയറ്റി ഞങ്ങളെ കട്ടിക്കിലേക്ക് വിടാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല, അനേക സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ഒറീസയുടെ മണ്ണിലേക്ക് ഞങ്ങൾ വന്ന നാൾ മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്തോത്രം ട്രൈബൽ ഏരിയയില് ഏതാണ്ട് 9-10 ചർച്ചുകൾ, പള്ളികൾ നിർമ്മിച്ച് കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ അവരെ ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുവാനും ആത്മീയമായി വളർത്തുവാനും ദൈവം സഹായിച്ചു. സ്തോത്രം. കട്ടക്കിലും ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനും അനേക ആത്മാക്കളെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാനും കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. പിന്നെയും പല പല സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഹല്ലേലൂയ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. പലതരത്തിലും രോഗത്തിന്റെ പ്രയാസങ്ങൾ ആമേൻ ജീവിതത്തിൽ വന്നു. ഭാരവും ദുഃഖവും നിരാശയുടെയും ആമേൻ ഒക്കെ അനുഭവങ്ങൾ വന്നെങ്കിലും അതിന്റെ എല്ലാം നടുവിൽ കൂടെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത പോലെ അവൻ എനിക്കായി ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, എൻ്റെ പപ്പയുടെ ധനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ദൈവവചനത്തിൽ പറയുന്നു, താൻ ഇടാത്ത മൊട്ടയിൽ പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയാണ് ധനമെന്ന്. ഹല്ലേലൂയ. ആ തിത്തിരി പക്ഷിയുടെ മൊട്ടയല്ല, അതുകൊണ്ട് അതിന് തോന്നുമ്പോൾ അത് പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ആകയാല് ഞങ്ങളുടെ പണം അങ്ങനെ പറന്നു പോയത് കൊണ്ടാണ് ഹല്ലേലൂയ എന്റെ ജീവിതത്തില് എന്നെ കർത്താവ് തന്റെ മകളായി കണ്ടതും തന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും തന്റെ വേലയ്ക്ക് വേണ്ടിയും വിളിച്ചു വേർതിരിച്ച് ഇത്രത്തോളം നിർത്തിയതും ആമേൻ എല്ലാം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും നേരം ആരോമ ടിവിയിൽ കൂടെ ആമേൻ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ മക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും വേർതിരിച്ചെടുക്കും. നാം അവന്റെ വിളിയുടെ മുമ്പിൽ, ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. നടക്കേണ്ടുന്ന വഴി നമ്മെ കാണിച്ചു തന്ന് ഉപദേശിച്ച് നടത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൂടാതെ എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ദൈവദാസനെ ഹല്ലേലൂയ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് അവர்களോടും ആരോമ ടിവിയോടുള്ള പ്രവർത്തനങ്ങളോടും ഞാൻ ഹൃദയംഗമായി നന്ദിയും സ്നേഹവും കടപ്പാടുകളും അറിയിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ എല്ലാ വേലകളും കർത്താവ് തന്നെ നടത്തുന്നത് ഓർത്ത് ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആനി വർഗീസ് ആൻറ്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും തൻ്റെ ഭക്തന്മാരെ ദൈവം തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു, അത്ഭുതകരമായി വഴി നടത്തുന്നു. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയുവാൻ കഴിയുകയുള്ളൂ. അത് എന്തെങ്കിലും ഭംഗിവാക്കല്ല. അതിൻ്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികൾ അത് അനുഭവിച്ചറിയേണ്ടുന്നത് തന്നെയാണ്. ഒറീസയിലെ ജീവിത അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസി പറഞ്ഞപ്പോൾ ഞാനും ചില വർഷങ്ങൾ ഒറീസയിൽ കലഹാണ്ടി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ കർത്താവിൻ്റെ വേരെയുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അവിടെ വളരെ 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 പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വേല ചെയ്ത ആ ദിനങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു.
വളരെയേറെ വില കൊടുത്താണ് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് കഴിയുക. അധികം നാൾ എനിക്ക് ആ വേല അവിടെ തുടരുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. നല്ല നിലയിൽ കഷ്ടപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ ആ ദേശത്ത് ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ദേശത്ത് തുടരുവാൻ കഴിയാതെ വണ്ണം ഉള്ള സാഹചര്യങ്ങൾ അവിടെ ഉടലെടുത്തു. ഞാൻ കർത്താവിൻ്റെ ദാസിയോട് പ്രാരംഭത്തിൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സ്റ്റെയിൻസ് ഗ്രാമും കുഞ്ഞുങ്ങളെയും തീവച്ച് കൊല്ലപ്പെട്ടതായ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അനേക ദൈവമക്കളെ, ദൈവദാസന്മാരെ ആ സമയത്ത് കൊല ചെയ്യപ്പെടുവാനും അവരെ ഉപദ്രവിക്കുവാനും വളരെ ഏറെ ദുരിതങ്ങളിലൂടെ ആ ദൈവമക്കൾ, ദൈവസഭകൾ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഒരുപാട് പേരെ അവരുടെ പ്രാർത്ഥനാലയങ്ങൾ തീ വച്ച് കളഞ്ഞു. ഭവനങ്ങളിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു. അവരുടെ പല ദൈവദാസന്മാരെയും കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. പോലീസ് സംരക്ഷണയിൽ ചില ദിവസങ്ങൾ ഞാനും അവിടെ ആയിരുന്നു. എനിക്കവിടെ തുടരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. വളരെ വില കൊടുത്ത് മാത്രമേ, വളരെ കഷ്ടം സഹിച്ച് മാത്രമേ ഒറീസയിലെ സുവിശേഷ വേല ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇന്നും കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മുടെ ഭാരതത്തിൽ എല്ലാം ഇന്ന് പുതുമകൾ ഉയർത്തിക്കാണിക്കുമ്പോഴും ഒറീസയിൽ ഇന്നും വസ്ത്രം ധരിക്കാത്ത ദേശങ്ങൾ, സ്ത്രീകളും കുട്ടികളും മനുഷ്യരും ഉണ്ട് എന്നുള്ളത് നഗ്ന സത്യമാണ്. അവർക്കവിടെ ആഹാരമില്ല, പാർപ്പിടമില്ല, വേണ്ടതുപോലെ അവർക്ക് വസ്ത്രമില്ല, യാത്രാ സൗകര്യങ്ങളില്ല. ആദിവാസി ഊരുകളിലൊക്കെ ജനങ്ങൾ വളരെ ദുരിത ദുഃഖങ്ങളിലൂടെ ആ ദേശത്തെ ജനങ്ങൾ കടന്നു പോകുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, യാതൊരു വികസനവുമില്ല, കയറിക്കിടക്കാനൊരിടമില്ല. അങ്ങനെയുള്ള വളരെ ദയനീയമായ സാഹചര്യങ്ങൾ ആ ഒറീസയിൽ കലഹാണ്ടി ഡിസ്ട്രിക്റ്റിൽ കൊക്സറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വളരെ വലിയ സാഹചര്യങ്ങൾ ഓർക്കുന്നു. സ്തോത്രം. എന്നാൽ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആ ഒരു ഡെഡിക്കേഷനിലാണ് ഞാൻ അവിടെ നിന്നത്. എന്നാൽ ഞങ്ങൾക്ക് അവിടെ തുടരുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ച് ഞങ്ങളെ അവിടെ നിന്ന് വിടുവാനിടയായിട്ട് ഞങ്ങൾക്ക് ആ ദേശത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസി കുടുംബമായിട്ട് ഇന്ന് ഒറീസയിലെ കട്ടക്കിൽ കർത്താവിന് വേലയുള്ള ബന്ധത്തിൽ വളരെയേറെ ത്യാഗം സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവിടെ ഉണ്ടായ വെള്ളപ്പൊക്കം, അതുപോലെ അത്യുഷ്ണം, കാറ്റ്, മറ്റ് പല പ്രയാസങ്ങളൊക്കെ ആ ദേശത്ത് പല സന്ദർഭങ്ങളിലായി അതിനുശേഷം ഉണ്ടായി. അതിൻ്റെയൊക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് ഇന്നയോളം നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം നടത്തിയല്ലോ. ട്രെയിൻ അപകടത്തിൽ നേരിട്ടതായ ആ വലിയ സംഭവങ്ങളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവിൻ്റെ കരമല്ലാതെ മറ്റെന്താകുന്നു ഇന്നും നാം ജീവിക്കുന്നത്? കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം. കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നു ആകട്ടെ. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെ ഓർത്ത് അരോമാറ്റിയുടെ പ്രേക്ഷകർ പ്രാർത്ഥിക്കുക. ഒറീസയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ അനേക ആത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഇന്നും കഷ്ടം സഹിച്ച് അനേക ദൈവഭൃത്യന്മാർ കുടുംബമായി അവിടെ ആ സംസ്ഥാനത്ത് പാർത്ത് സുവിശേഷ വേല ചെയ്തു വരുന്നു. അവരെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ആ ദേശത്തെ ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടതിന് തുടർന്നും പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസി അനിയാൻ്റെ ചുരുക്ക വാചകങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും.
സ്തോത്രം കഥാവേ, സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രയും സമയം കർത്താവേ ഞങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കാൻ കർത്താവ് ഇപ്രകാരം അവസരങ്ങളെ ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയുള്ള ധന്യമായ ജീവിതം, ആമേൻ. സുഖമോ ദുഃഖമോ എന്തു വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവേ. ഈ ഒറീസയുടെ മണ്ണിലേക്ക് ഞങ്ങളെ അയച്ചുവെങ്കിൽ ദൈവേഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഈ നാളുകൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ പാസ്റ്ററിനെ, ഹല്ലേലൂയ, ഡാനിയൽ ജോൺ അവർകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൻ്റെതായ വേലയുടെ കർത്താവേ നല്ലൊരു ഭാഗം പലയിടത്ത് കടന്നുപോയി, ഒറീസയിലും കടന്നു വന്നല്ലോ കർത്താവേ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്റെ പ്രവർത്തന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണം കർത്താവേ. കൃപയിൽ പരിപാലിക്കണം. മേൽക്കുമേല് ഇത് അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുകയും ചെയ്താട്ടെ. അനേകർക്ക് ഉപകാരമായി തീർന്നാട്ടെ കർത്താവേ. അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം കർത്താവേ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ആനി വർഗീസ് ആൻറ്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയവായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ നല്ല സാക്ഷ്യങ്ങൾ പറയുവാൻ പിന്നെയും അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾ കൂടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമയം മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രത്യേകാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതാനുഭവ സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.